നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിബു നാരായണൻ, പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് പറയാൻ പോകുന്നത് 2024 ആഗസ്റ്റ് മാസം 16 വൈകുന്നേരം 7:45 മലയാളം 1 ചിങ്ങം ആരംഭിക്കുന്നത്. അതുകൊണ്ട് 2024 ആഗസ്റ്റ് 17 മലയാളം 1 ആഘോഷിക്കുന്നത്. ഈ വർഷം ഭരണി നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. മേടക്കൂറുകാർക്ക് 2025 മാർച്ച് മാസം വരെ ശനി 11 വളരെ നല്ലതാണ്. 2025 മെയ് വരെ വേഴൻ 2 വളരെ നല്ലതാണ്. എന്നാൽ ഈ വർഷം അവസാനിക്കുന്നത് ആഗസ്റ്റിലാണ്. അപ്പം ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഭാഗം ഇത്തിരി ദോഷപൂർണമാണ്. കാരണം ശനി 11 നിൽക്കുന്ന കാലഘട്ടം ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കുന്നതിനുള്ള ഭാഗ്യവും ഒരു പ്രതീക്ഷിച്ചതിനേക്കാളും എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ബന്ധുഗുണങ്ങളും ഒക്കെ കിട്ടുന്ന സമയമാണ്. കാരണം ശനി 11 നിൽക്കുമ്പോൾ ആരോഗ്യവർദ്ധന, പ്രമുഖ വ്യക്തികളുടെ പ്രീതി, സർക്കാർ, കോടതി, അധികാരികൾ എല്ലാവരിൽ നിന്നും പ്രീതി, സഹായം, സന്തോഷമൊക്കെ കിട്ടും. സംഘം, സമുദായം, രാഷ്ട്രീയം, പൊതുപ്രവർത്തന രംഗങ്ങളിലും ഏത് കാര്യത്തിലും, ബിസിനസ് രംഗങ്ങളിലും, കൃഷി, നാൽക്കാലി, വ്യാപാര പ്രവർത്തനങ്ങളിലും ഒക്കെ നമുക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങളും അതേപോലെ ധനസമായാനം പല പ്രകാരത്തിൽ നമുക്ക് ധനങ്ങൾ വന്നു ചേരാനുള്ള യോഗമുണ്ട്. നമ്മളെ ജോലിയിൽ നിന്നും, സിറ്റിയിൽ നിന്നും, ഏജൻസികളിൽ നിന്നും, കോൺട്രാക്റ്റുകളിൽ നിന്നും ഒക്കെ നേട്ടങ്ങൾ കിട്ടും. പിന്നെ ഒരു ആവശ്യത്തിന് ബാങ്കിൽ ചെന്ന് ലോണ് ചോദിച്ചാലും കിട്ടും. നമുക്ക് പതിവിലധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞുള്ള നേട്ടങ്ങളൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട്. എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും, സന്താനങ്ങൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും, സന്താനം ഇല്ലാത്തവർക്കും നല്ല സന്താനവും ഐശ്വര്യങ്ങളും, ഉള്ള മക്കൾക്ക് ജോലിയും പൈസയും വിവാഹവും വിദേശ യാത്ര ഗുണങ്ങളൊക്കെ കിട്ടി, അവരുടെ പ്രീതി സഹായമൊക്കെ കിട്ടി, നമുക്ക് സന്തോഷവും കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടുന്ന സമയമാണ് ശനി 11 നിൽക്കുന്ന സമയം. മഹാരോഗം കൊണ്ട് അസ്വസ്ഥതയുള്ള ആൾക്കാർക്ക് പോലും രോഗം മാറി സ്വസ്ഥത കിട്ടുന്ന സമയമാണ് മാർച്ച് മാസം വരെ ശനി 11 നിൽക്കുന്ന ഘട്ടം. വേഴൻ മെയ് മാസം വരെ 2 നിൽക്കുമ്പോൾ സൗമ്യേ വിത്തഗതേ പുരാർജിതധന നാമേവ മൃത്യുൽഭവ പ്രാപ്ത്യാപ്തർ ഭരണീയരജനസുഖം ഭ്രഷ്ടേതിയായാൽ ഫലമെന്നാണ്. സൗമ്യഗ്രഹങ്ങൾ 2 നിൽക്കുമ്പോൾ പുരാർജിത ധനം, പൂർവിക സ്വത്ത് വകകളൊക്കെ നമുക്ക് നാമമായിട്ട് മാത്രം ഉണ്ടെങ്കിലും ഏവ വൃത്തി ഉത്ഭവ അഭിവൃദ്ധിപ്പെട്ടു വരുമെന്നാണ്. പ്രാപ്ത്യാപ്തർ നമുക്ക് കാര്യങ്ങൾ പ്രാപിച്ച് നേടാൻ പറ്റും, പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഭരണീയ ജനസുഖം, ഭരണീയ ജനങ്ങൾ എന്ന് വെച്ചാൽ സർക്കാർ, കോടതി, അധികാരികളിൽ നിന്നും സഹായങ്ങളും സമൂഹത്തിൽ നിന്നും അനുകൂലങ്ങളൊക്കെ കിട്ടും. സാവല്യം അങ്ങനെ നമുക്ക് ഭ്രഷ്ടേതിയായാൽ പോലെ എല്ലാ ഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരും. അതാണ് വേഴഗ്രഹം 2 നിൽക്കുമ്പോൾ. ഇത് മാർച്ച് മാസം മുതൽ ശനി 12 വന്ന് 7 ശനി തുടങ്ങുകയും വേഴൻ മെയ് മാസം മുതൽ 2 മാറി 3 വരികയും ചെയ്യുന്ന അവസാന ഘട്ടം നമുക്കാകെ കുഴപ്പം വരുന്ന ഒരു സമയമാണ്. അത് വീടും വസ്തുവും ജോലിയും പൈസയൊക്കെ കിട്ടി ഒരുവിധ സന്തോഷമായിട്ട് സമൃദ്ധിയായിട്ട് ജീവിക്കുമ്പോഴാണ് 7 ശനി ഒരു സുനാമി പോലെ വന്നടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നാനാരോഗം, പല പല അസുഖങ്ങൾ, ഇല്ലാത്ത അസുഖമൊക്കെ പെട്ടെന്നുണ്ടായതുപോലെ തോന്നും. സുഖത്തിനും സാമ്പത്തികം, ദാമ്പത്യം എത്ര കോടീശ്വരനാണെങ്കിലും
എത്ര കയ്യിലിരിക്കണ പൈസ പോവുകയും കിട്ടാനുള്ളത് കിട്ടാതിരിക്കുകയും കടവും കൂടാവുകയും ദാമ്പത്യം ഭാര്യ കലഹിച്ചും ഭർത്താവ് കലഹിച്ചും കുടുംബ ബന്ധങ്ങൾക്കൊക്കെ അകൽച്ച സംഭവിക്കുകയും സ്ഥാനമാനങ്ങൾ നമുക്ക് കിട്ടേണ്ട ജോലിയും പ്രമോഷനും സാലറിയും കിട്ടാതെ വരികയും ഉള്ള ജോലി വേണ്ടാന്ന് തോന്നി ഉപേക്ഷിച്ച് വരാൻ തോന്നുകയും ഉദ്യോഗസ്ഥന്മാർ നമ്മളെ ജോലിയിൽ നിന്നെടുത്ത് കളയാൻ ശ്രമിക്കുകയും ചെയ്യാത്ത കുറ്റത്തിന് ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ജയിലിലൊക്കെ കിടക്കേണ്ടി വരികയും അപവാദങ്ങളും അക്രമങ്ങളും നമുക്കും ആളുകൾ അടിക്കണം പറ്റണമെന്നൊക്കെ തോന്നും ആളുകൾ നമ്മളെ ഉപദ്രവിക്കാനൊക്കെ വരികയും ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നമുക്ക് പേരുദോഷങ്ങൾ കേൾക്കുകയും അങ്ങനെ വീടും സ്ഥലമൊക്കെ വിൽക്കണമെന്ന് തോന്നി നാടും വീടും വിട്ടുപോകാനും വിറ്റുമാറിപ്പോകാനും ഒക്കെ തോന്നി പോവുകയും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുകയും ബന്ധുക്കളുമായിട്ട് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് 7-2 ശനി. കൂടാതെ 7-3 നിൽക്കുമ്പോഴും സഹോദരങ്ങളും സഹായികളും ഒക്കെ നമ്മൾ അനുകൂലിക്കുമെങ്കിലും അവരിനൊക്കെ എല്ലാ സഹായങ്ങളും പൈസകളും ഒക്കെ വാങ്ങിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പലിശ കൊടുത്ത് കടമൊക്കെ മാറാനുള്ള പദ്ധതി ചെയ്യുമെങ്കിലും കടം കൂടി സാമ്പത്തിക കുരുക്കി ചെന്ന് ചാടുകയും ബാങ്കുകാർ ജപ്തിക്ക് വരികയൊക്കെ ചെയ്യുന്ന സമയമാണ് 7-3 നിൽക്കുന്ന സമയം. അപ്പം അതുകൊണ്ട് നമുക്ക് ശനിയെയും വേഴത്തിനെയും പ്രസാദിപ്പിക്കണം. അതിൽ നമ്മൾ ശനിക്ക് ശാസ്താവ് കാലഭൈരവൻ ഹനുമാൻ മുരുകൻ മുതലായ ദേവന്മാരും വേഴത്തിന് മഹാവിഷ്ണുവിനെയും ഭജിക്കണം. വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളുള്ള മത്സ്യം കൂർമ്മം വരാഹം നരസിംഹൻ വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ കൽക്കി ഇങ്ങനെയുള്ള ദശാവതാര മൂർത്തികളെയും ഭജിക്കുന്നത് അത്തരത്തിലുള്ള ഓരോ അവതാര ലക്ഷ്യങ്ങളെ കാണിച്ചു വരുന്ന ഭഗവാനെ ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും പൂജയൊക്കെ നടത്തുകയും ചെയ്താൽ നല്ലതാണ്. കാലഭൈരവ ക്ഷേത്രത്തിൽ അമാവാസി പൂജയിൽ പങ്കെടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രഹപ്പിഴകൾ മാറാനും നല്ലത് വരാനും ഒക്കെ യോഗമുണ്ട്. സന്താനങ്ങളുമായിട്ട് പോലും കലഹം വരുന്ന സമയമാണ് 7-3 നിൽക്കുമ്പോൾ. അവരുടെ വിദ്യയ്ക്കും വിവാഹത്തിനും ജീവിതത്തിനും എല്ലാ സൗകര്യങ്ങളും നേടിക്കൊടുത്തിട്ട് അവസാനം അവരാണ് ശത്രുവെന്ന് തോന്നി അവരോട് വിരോധം കാണിച്ച് വിഷമിക്കാൻ പാടില്ല. നമുക്കും വലിയ ബുദ്ധിമുട്ടുകളൊക്കെ 7-3 നിൽക്കുമ്പോൾ വരും. ഹരിഭവനെ സഹദേവ ബൃഹദാം പത്യോ സ്ഥിതേ കലഹ എന്നാണ്. 3-ലും 6-ലും വേഴം ജാതകത്തിലോ പ്രശ്നത്തിലോ ഒക്കെ നിൽക്കുമ്പോൾ അതൊരു കലഹമാണ് ഫലം. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഭാഗ്യസൂക്തം ഐക്യമത്യ സൂക്തം ഇതൊക്കെ ജപിക്കണം. നമ്മൾ തന്നെ അമ്പലത്തിൽ പോയി ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം. അമ്പലത്തിൽ പോകാൻ സൗകര്യമില്ലാത്തവർ വീട്ടിൽ ഇരുന്ന് നാമജപങ്ങൾ നടത്തണം. മറ്റു സമുദായക്കാർ അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥന നോമ്പ് ബലി നിസ്കാരങ്ങൾ നേർച്ചകളൊക്കെ നടത്തണം. ഭഗവാനുമായിട്ട് അടുത്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ വലിയ ദോഷങ്ങൾ മാറി കിട്ടുന്നത്. അത് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. കൂടുതൽ കടങ്ങളിലും ബാധ്യതകളിലും ചെന്ന് ചാടാതെ ഉള്ളതിനെ നിലനിർത്താനുള്ള പരിശ്രമങ്ങളും ഉള്ള ജോലിയും ബിസിനസ്സും നമ്മുടെ സ്ഥാപനങ്ങളും മറ്റൊരാൾ അടിച്ച് തകർത്ത് കളയാതിരിക്കാനുള്ള പദ്ധതികളും സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചും പരീക്ഷിച്ചും നിങ്ങൾ പ്രവർത്തിക്കണം. കാരണം നല്ല ശ്രദ്ധാഭക്തി പുരസ്സരം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയും പോലെ നമ്മളെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ഏൽപ്പിക്കുക അവർ നമ്മളെ വഞ്ചിക്കുകയും പറ്റുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ പോയി ഉണ്ടായിപ്പോകും. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും. ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ദോഷങ്ങൾ വളരെ കുറഞ്ഞു വരും. ജാതകത്തിലും ഗ്രഹപ്പഴയാണ് ദോഷമാണ് ഭാഗ്യമില്ല തടസ്സങ്ങൾ വിഷമങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ബാധിക്കും. അപ്പോൾ ജാതകത്തിലും ജീവിതത്തിലുമുള്ള ദോഷങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ തന്നെ കഴിയും. പിന്നെ ജ്യോത്സ്യന്മാർ ഭയങ്കര മുടുകന്മാരാണെങ്കിലും പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തുകൊണ്ട് പറയുന്നില്ലാണ്. നമ്മുടെ ജ്യോതിഷത്തിൽ കൂടെ ഒരു ഗ്രഹപ്പഴ വരുമ്പോൾ ആ വീട്ടിനും വീട്ടിലുള്ളവർക്കും നാട്ടുകാർക്കും ഒക്കെ ദോഷമുണ്ടെന്ന് പറയാൻ പറ്റുമെങ്കിലും സർക്കാരിൻ്റെ എത്രയോ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ജിയോളജിക്കൽ വകുപ്പും BSSയും ISROയും പ്രകൃതിയിലെ ഓരോ ചലനങ്ങളും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വളരെ ശാസ്ത്രജ്ഞന്മാർ പ്രവർത്തിക്കുന്ന ഈ ലോകത്ത് ജ്യോത്സ്യന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് ഞങ്ങൾ കാണിക്കുന്നതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ളവരുടെ ശാപം നേടാൻ ഒരിക്കലും ആരും ശ്രമിക്കരുത്. എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും ഉപദേശങ്ങളും കൊടുത്ത് ഉപദ്രവമില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ്
ജ്യോത്സ്യന്മാരും താന്ത്രികന്മാരും മാന്ത്രികന്മാരും പൂജാരിമാരും ഒക്കെ. അവരാരും ഇന്നതേക്കും ആർക്കും വലിയ ദ്രോഹങ്ങളൊന്നും ഒരു ആത്മീയ ഗുരുക്കന്മാരും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.